ഇവൻ വെള്ളം വിഷമാക്കി മാറ്റിയല്ലോ. ഇത്രയും വലിയ കാട്ടിൽ ഈ വെള്ളം കുടിക്കരുതെന്ന് ഞാൻ എത്ര പേരോട് പറഞ്ഞു നടക്കും. ഇവിടെ ഇരുന്നാൽ രാവിലെ പുലരുമ്പോൾ എനിക്ക് കണ്ണും കാണില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ണു കാണില്ലല്ലോ. ഞാൻ ഈ കാടിനെ എങ്ങനെ രക്ഷിക്കും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് ഫെബ്രുവരിയിൽ വരുന്ന വസന്തകാലം. ചുറ്റിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേര സമയം മൂങ്ങ അപ്പോഴാണ് കണ്ണു തുറന്നത്. അപ്പൊ അതൊരു കാര്യം കണ്ടു. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്കറിയാമോ നിങ്ങളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന്? മൂങ്ങ അതിന്റെ കണ്ണു തുറന്ന് നോക്കിയതും അതുണ്ടായിരുന്ന മരത്തിന് താഴെ ഒരുപാട് മൃഗങ്ങളും പറവകളും ഉണ്ടായിരുന്നു. എല്ലാ കാട് നിവാസികളും കേട്ടോളൂ, നാളെ ചോട്ടുമാനിന്റെ പിറന്നാളാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമുക്ക് എല്ലാവർക്കും പാർട്ടി നടത്തണം. ഇത് സന്തോഷം തരുന്ന വാർത്തയാണ്. ശരി, ഞങ്ങൾ എല്ലാവരും പുലരുമ്പോൾ നദിയുടെ അടുത്തേക്ക് വന്നേക്കാം. പാർട്ടി ഒരുക്കി നമുക്ക് സെലിബ്രേഷനും തുടങ്ങാം. എന്താ ഇത്? നിന്റെ പിറന്നാൾ പാർട്ടിയാണോ? പക്ഷെ പകലെനിക്ക് കണ്ണു കാണില്ലല്ലോ. പാർട്ടി രാത്രിയിലാക്കിയാൽ എനിക്കും വരാമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരല്ല, കാട്ടുവാസികളാണ്. നിനക്ക് വേണ്ടി രാത്രി പാർട്ടി വെക്കാൻ പറ്റില്ല. പാർട്ടി പകലേ നടക്കൂ. എനിക്ക് പാർട്ടിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമാകും. ഞാനും നിങ്ങളെപ്പോലെ ഈ കാട്ടുവാസിയല്ലേ. എന്നോട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? നീ എങ്ങനെയാ ഞങ്ങളെപ്പോലെയാകുന്നത്? ഏത് രാത്രിയാണോ ഞങ്ങൾ ഉറങ്ങുന്നത് ആ രാത്രി നീ കാട് മുഴുവനും കറങ്ങും. നീ ശബ്ദമുണ്ടാക്കി ഞങ്ങളെ ശരിക്കും ഉറങ്ങാൻ പോലും വിടില്ല. ഇതല്ലേ നീ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ? രാത്രി ഞാൻ ഈ കാട് സംരക്ഷിക്കുന്നില്ലേ? അത് നല്ല കാര്യമല്ലേ? നമ്മുടെ കാട്ടിലെന്താ എന്തെങ്കിലും മോഷണം പോകുന്നുണ്ടോ? നീ വെറുതെ കാവൽ കാക്കാൻ? അത് കേട്ടത് മൂങ്ങ ഒരുപാട് സങ്കടപ്പെട്ടു. അതിനുശേഷം എല്ലാ മൃഗങ്ങളും അവരവരുടെ കൂട്ടിലേക്ക് ഉറങ്ങാനായി പോയി. പക്ഷെ മൂങ്ങ മാത്രം സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. അതവിടുന്ന് പറന്നുപോയി അതിന്റെ പണി ചെയ്യാനായി തുടങ്ങി. രാവിലെ ആകുമ്പോൾ അതിന്റെ കാഴ്ച പോയതും അതിന്റെ മരത്തിൽ വന്ന് ഇരുന്നു. അത് കണ്ണടച്ചിരിക്കുമ്പോൾ അതിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചോട്ടുമാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എന്നാൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കും അവരോടൊപ്പം സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായേനെ. ഒരുപാട് നേരം വരെ എല്ലാവരും പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതുമായി ആ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അതിന് ഉറങ്ങാനേ സാധിച്ചില്ല. അതിനുശേഷം കുറച്ചു നേരത്തിൽ അത് ഉറങ്ങി. രാത്രി ആയതും അത് കണ്ണു തുറന്നു അവിടെ നിന്ന് പറന്നുപോയി. എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്നെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ആരെങ്കിലും എന്റെ കൂടെ കറങ്ങിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അത് പറന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം അത് പുഴയിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കെ അതൊരു കാര്യം കണ്ടു. അയ്യോ, രാത്രി കുളത്തിന്റെ അടുത്ത് ആരാണിത്? അങ്ങനെ പറഞ്ഞത് താഴെ പോയി നോക്കിയപ്പോൾ ആ പുഴയ്ക്കരയിൽ ഒരു വേട്ടക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടുവാസികൾ ബുദ്ധിശാലികളാണ്. ഞാൻ ഈ വെള്ളത്തിൽ വിഷം കലർത്താം. ഇതിനുശേഷം എന്ത് നടക്കുമെന്ന് അറിയാമല്ലോ. അങ്ങനെ പറഞ്ഞവൻ ആ കുളത്തിന്റെ വെള്ളത്തിൽ കുറച്ച് പൊടി കലക്കി. അതിനുശേഷം സന്തോഷിച്ചു. നേരം വെളുക്കുമ്പോൾ മുഴുവൻ വെള്ളവും വിഷമായി മാറും. വൈകുന്നേരമായാൽ വിഷം നിർവീര്യമാകും. അപ്പോൾ മയങ്ങിക്കിടക്കുന്ന ഒരുപാട് മൃഗങ്ങളെയും കിട്ടും. അതിനുശേഷം അവരെയും കൊണ്ട് ഞാനങ്ങ് പോകും. റിങ്കു വേട്ടക്കാരാ, നിന്റെ ബുദ്ധി തകർക്കാനാകില്ലടാ. അങ്ങനെ പറഞ്ഞ വേട്ടക്കാരൻ അവിടെ നിന്ന് പോയി. ഇപ്പം അങ്ങ് സങ്കടപ്പെടാൻ തുടങ്ങി. ഇവൻ വെള്ളം വിഷമാക്കി മാറ്റിയല്ലോ. ഇത്രയും വലിയ കാട്ടിൽ ഈ വെള്ളം കുടിക്കരുതെന്ന് ഞാൻ എത്ര പേരോട് പറഞ്ഞു നടക്കും. ഇവിടെ ഇരുന്നാൽ രാവിലെ പുലരുമ്പോൾ എനിക്ക് കണ്ണും കാണില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കണ്ണു കാണില്ലല്ലോ. ഞാൻ ഈ കാടിനെ എങ്ങനെ രക്ഷിക്കും? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ മൂങ്ങ എത്ര ആലോചിച്ചിട്ടും അതിനൊരു വഴിയും കിട്ടിയില്ല.
അങ്ങനെ ആലോചിച്ചാലോചിച്ച് രാവിലെയായി. സൂര്യപ്രകാശം വന്നതും മൂങ്ങയുടെ കണ്ണ് കാണാതായി. ഇപ്പൊ അതിന്റെ സങ്കടവും കൂടി. എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. എന്നാൽ അവർക്ക് എന്നെ കാണാം, കേൾക്കാം. ഞാൻ എന്ത് ചെയ്യുമെന്നാൽ ഒരു വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അവർ ഈ വെള്ളവും കുടിക്കില്ല. അങ്ങനെ പറഞ്ഞത് കുളത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് ഉറക്കെ ബഹളം വെച്ചു. കുളത്തിലെ വെള്ളത്തിൽ ഈ വേട്ടക്കാരൻ വിഷം കലർത്തി. ആരും ഈ വെള്ളം കുടിക്കരുതേ. രാവിലെ വെള്ളം ശരിയായി മാറും, അതിനുശേഷം കുടിക്കൂ. അങ്ങനെ മൂങ്ങ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരാന അവിടെ വെള്ളം കുടിക്കാനായി വന്നു. അപ്പൊ മൂങ്ങ പറയുന്നത് ആ ആന കേട്ടു. എടാ മൂങ്ങേ, നിനക്കെങ്ങനെ അറിയാം ഞാൻ വെള്ളം കുടിക്കാനാണ് വരുന്നതെന്ന്? നിനക്ക് പകലിൽ കണ്ണു കാണില്ലല്ലോ. നിങ്ങൾ എപ്പോൾ വന്നെന്നേ എനിക്കറിയില്ല. ഞാൻ ഒരുപാട് നേരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുക, ആരും ഇവിടെ വന്ന് മയങ്ങി പോകരുതെന്ന്. സീബ്ര, കുരങ്ങൻ, മാൻ എല്ലാവരും കേട്ടു. മൂങ്ങച്ചേട്ടാ, നിങ്ങൾ ഈ കാട്ടുവാസികളെ മുഴുവനും രക്ഷിച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ അലറേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഈ വെള്ളം കുടിക്കാൻ വന്നാൽ ഇനി ഞങ്ങൾ അവരോട് പറഞ്ഞോളാം, കേട്ടോ? ശരി ശരി, നന്ദി. അതിനുശേഷം അവരെല്ലാവരും മൂങ്ങയോടൊപ്പം ചേർന്ന് ആ കുളക്കരയിൽ തന്നെ നിന്ന് ആരെങ്കിലും അവിടെ വെള്ളം കുടിക്കാൻ വന്നാൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മുഴുവൻ കാടിനും ആ കാര്യം മനസ്സിലായി. എല്ലാവരും മൂങ്ങയെ കുറിച്ച് ചിന്തിച്ച് സന്തോഷിച്ചു. നിനക്ക് ഒരുപാട് നന്ദി മൂങ്ങേ. ഇപ്പോൾ രാത്രിയായി, ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നു. നാളെ രാവിലെ വെള്ളം കുടിക്കാം. അങ്ങനെ പറഞ്ഞ എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് പോയി. ഇപ്പോഴാണ് മൂങ്ങയ്ക്ക് സന്തോഷമായത്. എന്നാലും മുഴുവനായി അതിന് സന്തോഷിക്കാനേ സാധിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞ് മാൻ മൂങ്ങയ്ക്കടുത്തേക്ക് വന്നു. മൂങ്ങച്ചേട്ടാ, ഞങ്ങൾക്ക് താങ്കളുടെ സഹായം വേണം. എന്തുപറ്റി? എന്ത് പ്രശ്നമാണ്? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ വേഗം എന്റെ കൂടെ ഒന്ന് വരൂ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പ മൂങ്ങ മറു ചോദ്യമൊന്നും ചോദിക്കാതെ മാനിന്റെ പുറകെ ചെന്നു. ഒരുപാട് നേരം കഴിഞ്ഞതൊരു സ്ഥലത്ത് ചെന്നെത്തി. ആ കാഴ്ച കണ്ട് അതിന്റെ കണ്ണ് തന്നെ മിന്നി. മൂങ്ങ കണ്ടു എല്ലാ മൃഗങ്ങളും പറവകളും ഒരു സ്ഥലത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ഭാഗത്തായി ഒരുപാട് ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു. എല്ലാവരും മൂങ്ങയെ കണ്ട് സന്തോഷമായി ചിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു മൂങ്ങേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ തന്നെ അത് മറന്നുപോയതാണ്. അതേ മൂങ്ങച്ചേട്ടാ, ഞങ്ങൾ എങ്ങനെ ചിന്തിച്ചെന്നാൽ ഞങ്ങൾ എപ്പോഴും താങ്കളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ രാത്രി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടേയില്ല. അതിനു പകരം ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ കാവൽ കാക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ അത് താങ്കൾ കാരണമാണ്. അതുകൊണ്ടാണ് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇനി നിങ്ങളോട് സംസാരിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയുള്ളൂ. അതുപോലെ എല്ലാ വർഷവും താങ്കളുടെ ബർത്ത്ഡേയും ഞങ്ങൾ ആഘോഷിക്കും, അതും രാത്രി നിലാവ് വെളിച്ചത്തിൽ. ആഹാ, ഇത് സത്യമാണോ? അതെ, സത്യമായിട്ടും. വാ, വന്ന് നിങ്ങളുടെ ഗിഫ്റ്റ് നോക്ക്. നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന്. അത് കേട്ട് മൂങ്ങ ഒരുപാട് സന്തോഷിച്ചു. അത് നന്നായി ചിരിച്ചുകൊണ്ട് അതിന്റെ സമ്മാനങ്ങളെല്ലാം തുറന്നു. മൂങ്ങ സന്തോഷിക്കുന്നത് കണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. പക്ഷെ ആ സമയത്ത് കാട്ടിലെ ഒരുത്തൻ മാത്രം വളരെ സങ്കടത്തിലായിരുന്നു. ഈ കാട്ടുവാസികൾ എത്ര ബുദ്ധിശാലികളാണ്. ഇവർ ഈ ദിവസം മുഴുവനും വെള്ളമേ കുടിച്ചില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. ശരി, പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ? ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. കുറുക്കന്റെയും കൊക്കിന്റെയും സൗഹൃദം. ഒരു ദിവസം ഒരു കുറുക്കൻ കടലിലേക്ക് നടന്നു പോകുകയായിരുന്നു. ഇന്നും ബാക്കി വന്ന എവിടെയെങ്കിലും കിടക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സ് സമ്മതിക്കുന്നതേ ഇല്ല. ഇന്ന് നല്ല ഫ്രഷായി കടലിൽ നിന്ന് കിട്ടുന്ന ഗോൾഡൻ ഫിഷിനെ തിന്നണമെന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് കടലിനടുത്തേക്ക് പോയി. എന്നാൽ പാവത്തിന് കടലിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദൂരെ കുറുക്കൻ കണ്ടു 2 കരടികൾ അവർക്കിഷ്ടമുള്ള ഗോൾഡൻ ഫിഷിന് വേണ്ടി അടിയിടുന്നത്. ഇത് എന്റെ മീനാ? അല്ല,
എന്റെ മീന, ആദ്യം ഞാനാ ഇത് കണ്ടത്. എന്നാൽ പിടികൂടിയത് ഞാനല്ലേ? അവർ അതേ സ്ഥലത്തിൽ ആ മീനിനെയും വെച്ച് വീണ്ടും അടിയുണ്ടാക്കി. നീ ലെഫ്റ്റിൽ നിന്നുമാ വന്നത്, ഞാൻ റൈറ്റിൽ നിന്നും വന്നു. അപ്പോഴാണ് ഞാൻ ഈ മീനിനെ കണ്ടത്. എന്നാൽ നീ ഇവിടെ വന്നതേ ഇല്ലല്ലോ. ഞാനാണ് അതിന്റെ അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ കുറുക്കൻ അവിടെ വന്ന് ആ മീനെ എടുത്തുകൊണ്ടുപോയി. അത് വായിൽ കടിച്ചു പിടിച്ച് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. അയ്യോ, അവനെ തടയൂ! രണ്ടുപേരും ആ കുറുക്കനെ പിന്തുടർന്നുകൊണ്ടേ പോയി. ഇതിനെല്ലാം കാരണം നീയാ. അല്ല, അത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനത് തിന്നേനെ. അയ്യോ, ഇവർ രണ്ടുപേരും എന്റെ പിന്നാലെ വരുന്നുണ്ടല്ലോ. ഇവരിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ മുൻപിൽ ഒരു ഗുഹയുള്ളത് കണ്ടു. അത് എത്ര ചെറുതായിരുന്നെന്നാൽ അതിന് മാത്രമേ അതിൽ കയറാൻ പറ്റിയുള്ളൂ. എന്നാൽ ഗുഹയുടെ വാതിൽ ഉയരത്തിലായിരുന്നു. അതിന്റെ മുകളിൽ കയറാൻ പോയപ്പോൾ അറിയാതെ അതിന്റെ വായിലുണ്ടായിരുന്ന മീന് താഴെ വീണു. ആ മീന് പറന്നുപോയി നേരെ കരടിയുടെ കാൽക്കൽ വീണതുകൊണ്ട് കരടികൾ അത് കണ്ടു. കുറുക്കനും പേടിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ഇത് എന്റേതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കരടി അത് തിന്നാൻ തുടങ്ങി. മറ്റൊരു കരടി വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. മറുവശത്ത് മീനു ഗുഹയ്ക്കുള്ളിലിരുന്ന് ഒരുപാട് വിഷമിച്ചു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ പാഴായി. അപ്പോൾ മീനുവിന്റെ ശ്രദ്ധ ഗുഹയ്ക്കുള്ളിലുണ്ടായിരുന്ന ഒരു മുട്ടയുടെ മുകളിലേക്ക് പോയി. ശരി, പോട്ടെ, കുഴപ്പമില്ല. മീന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഇന്ന് ഈ മുട്ട കഴിച്ച് വിശപ്പങ്ങാകറ്റാം. അങ്ങനെ പറഞ്ഞ് ആ മുട്ടയെടുത്ത് അതിന്റെ വായിലേക്ക് വച്ചു. എന്നാൽ പെട്ടെന്ന് തൊണ്ടയിലെന്തോ ഇക്കിളിയിട്ടു. അതുകൊണ്ട് മുട്ടയും തുപ്പി. ആ മുട്ട തറയിൽ വീണതുകൊണ്ട് പൊട്ടി അതിന്റെ അകത്തു നിന്ന് ഒരു കുഞ്ഞു കൊക്ക് വെളിയിൽ വന്നു. അയ്യോ, ഇത് കാണാൻ എന്തോ കൊക്കിനെ പോലെ ഉണ്ടല്ലോ. ശരി, ഇതിനെ ജീവനോടെ വിട്ടേക്കാം, അല്ലെങ്കിൽ അതിന്റെ അമ്മ ഒരുപാട് വിഷമിക്കില്ലേ. അങ്ങനെ മീനു അവിടെ നിന്നും നടന്നുപോയി. അത് കണ്ട് ആ കുഞ്ഞു കൊക്ക് പതുക്കെ പതുക്കെ മീനുവിന്റെ പിന്നാലെ നടന്നുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? അതിന് കൊക്ക് ഒന്നും പറഞ്ഞില്ല. മീനുവിന് മനസ്സിലായി അതിന് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. ഇത് കണ്ണു തുറന്നപ്പോൾ ആദ്യമായി എന്നെയല്ലേ കണ്ടത്, അതുകൊണ്ട് ഇതിന്റെ അമ്മ ഞാനാണെന്ന് കരുതി കാണും. മീനുവിന് മനസ്സിലായി ഇനി അത് തന്റെ കൂടെ തന്നെ കാണുമെന്ന്. അതുകൊണ്ട് പിന്നാലെ വരുന്നത് അത് തടഞ്ഞില്ല. മീനുവും കൊക്കും ഒരുമിച്ച് ജീവിച്ചു. നാളുകൾ കഴിഞ്ഞ് കൊക്ക് സംസാരിക്കാനും തുടങ്ങി. മീനു അതിന്റെ പേര് റോക്കി എന്നും ഇട്ടു. ഒരിക്കൽ റോക്കി മീനുവിന്റെ കൂടെ നടന്നുപോയി. ഒന്ന് പതുക്കെ പോന്നേ. നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ ഒരുപാട് ക്ഷീണിക്കുന്നു. നീ കാലുകൊണ്ടല്ലേ നടക്കുന്നത്, അതാ വേദനിക്കുന്നത്. നിനക്ക് ചിറകുകളുണ്ടല്ലോ, നീ എന്താ പറക്കാത്തത്? എന്നാൽ എനിക്ക് പറക്കാൻ അറിയില്ലല്ലോ. നിങ്ങൾ ഇതുവരെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല. ശരി, ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതങ്ങനെ തന്നെ ചെയ്യ്. മീനു ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, നിന്റെ ചിറകൊന്ന് അനക്കി നോക്ക്. ശരി. ഇപ്പോൾ ഇങ്ങനെ പറക്ക്. അങ്ങനെ മീനു പറഞ്ഞ ഉടനെ കൊക്ക് അത് കണ്ട് അതിന്റെ ചിറകുകൾ ആട്ടാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചിറകുകൾ വീശി നോക്കി. ഇപ്പോൾ മുകളിൽ നിന്ന് ചാടി പറക്കണം. അങ്ങനെ പറക്കുന്നത് പോലെ കാണിച്ച് മുകളിൽ നിന്ന് മീനു താഴേക്ക് ചാടി. എന്നാൽ റോക്കി അങ്ങനെയല്ല. ചിറകുകൾ ആട്ടിയ ഉടനെ പതുക്കെ പതുക്കെ അവൻ പറക്കാൻ പഠിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റോക്കി വീണ്ടും വളർന്നു. വീണ്ടും മീനുവിന് ഗോൾഡൻ ഫിഷ് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് അവർ രണ്ടുപേരും കടലിലേക്ക് പോയി. അത് എപ്പോഴും ആ കടലിലെ വെള്ളത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോൾ അവിടെ ആ രണ്ട് കരടികളും വന്നു. എടോ, ഇത് അത് തന്നെയല്ലേ കഴിഞ്ഞ തവണ നമ്മുടെ ഭക്ഷണം മോഷിച്ചുകൊണ്ട് പോയില്ലേ? അതെ, ഇതത് തന്നെയാ. അതിനെ പിടികൂടണം. മീനു അവരെ കണ്ട് അവിടെ നിന്നും പേടിച്ചു ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പിന്നാലെ വന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വലിയ കുറ്റിക്കാടുണ്ടായിരുന്നു. അത് കാണാൻ മുള്ളുപോലെ ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ പറ്റില്ല. മീനു വേഗത്തിൽ ഓടി. അപ്പോൾ കരടികൾ പിടികൂടാൻ തുടങ്ങിയപ്പോൾ റോക്കി അവിടേക്ക് പറന്നു വന്നു. പെട്ടെന്ന് എന്റെ കാലിൽ പിടിക്ക്. അത് കേട്ട് മീനു അതിന്റെ കാലിൽ പിടിച്ചു റോക്കി അതിനെയും കൊണ്ട് പറന്നു. അങ്ങനെ സുരക്ഷിതമായി മീനുവിനെ മറുവശത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ കരടികൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ റോക്കി മീനുവിനെ വലിയ പാറയുടെ മുകളിൽ കൊണ്ടുപോയി. താഴെ വലിയ കുഴിയാണ്. അരുവിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കുറച്ചു നേരത്തിനുള്ളിൽ പാറയിലിടിക്കും. എന്റെ ചെറിയ കാലുകൊണ്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് മുറുക്കി എന്റെ കാലിൽ പിടിച്ചാൽ എന്നാൽ ഒരു പ്രശ്നവുമില്ല.
പെട്ടെന്ന് വാ, അല്ലെങ്കിൽ വെള്ളം വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ട് മീനു റോക്കിയുടെ കാലിൽ പിടിച്ച് റോക്കി കഷ്ടപ്പെട്ട് പറക്കാൻ തുടങ്ങി. എന്നാൽ മീനുവിന്റെ ഭാരം റോക്കിക്ക് താങ്ങാൻ പറ്റിയില്ല. അയ്യോ, അമ്മേ, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പിടിക്കുന്നത് മാത്രം വിടരുതേ. അത് തുടർന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവത്തിന് പറന്നു പോകാനേ പറ്റിയില്ല. റോക്കിയുടെ ഈ കഷ്ടപ്പാട് കാണാൻ പറ്റാതെ മീനു കാലിൽ നിന്ന് വിട്ടു. ഇല്ല, മീനു. മീനു കുഴിയിലേക്ക് വീഴാൻ പോയി. റോക്കിയും വിഷമത്തോടെ അത് നോക്കി നിന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കൊക്ക് അവിടെ വന്നു. അത് മീനുവിനെ പിടികൂടി മുകളിലേക്ക് പറന്നുപോയി. ആ കൊക്കിന് മീനുവിനെ ഈസിയായി പൊക്കാൻ പറ്റി. അത് ആ അരുവി മറികടന്ന് ഒരു സേഫായ സ്ഥലത്തിൽ കൊണ്ടുവന്ന് മീനുവിനെ താഴെ ഇറക്കി. നിങ്ങൾ എന്റെ ഫ്രണ്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നോക്കുമോനെ, ഞാനാണ് നിന്റെ അമ്മ. നിന്നെ ഒരുപാട് നാളായി അന്വേഷിക്കുന്നു. ഇപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത്. എന്താ, നിങ്ങളാണോ എന്റെ അമ്മ? അതെ. അത് കേട്ട് റോക്കി അവന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. ഞാൻ എന്നും നിന്നോട് നന്ദിയുള്ളവളായിരിക്കും. നിങ്ങളെ കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സമാധാനവുമായി. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കൂടെ വരുന്നതാ എനിക്ക് സന്തോഷം. എന്റെ അമ്മയെ കണ്ടുമുട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഞാൻ നിങ്ങളെ ദിവസവും കാണാൻ ഇവിടെ വരും. നിങ്ങളുടെയും എന്റെയും ഈ സൗഹൃദം എപ്പോഴും നിലനിൽക്കും. ഉറപ്പായും ഉറപ്പായും. ദിവസവും നീ എപ്പോൾ വരുമെന്ന് ഞാനിവിടെ കാത്തുകൊണ്ടേയിരിക്കും. നിനക്ക് ഞാൻ എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ആ വലിയ കൊക്ക് കടലിന്റെ നടുക്ക് പോയി അവിടെ നിന്നൊരു ഗോൾഡൻ ഫിഷിനെ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ഇതാ, ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അത് കേട്ട് മീനു സന്തോഷത്തോടെ ഗോൾഡൻ ഫിഷ് കഴിച്ചു. അതിനുശേഷം റോക്കിയും അവന്റെ അമ്മയുടെ കൂടെ പറന്നുപോയി. മീനു രണ്ടുപേരും പറന്നു പോകുന്നത് കണ്ട് കൈയാട്ടി ടാറ്റ കാണിച്ചു. മീനു എന്തോർത്ത് സന്തോഷിച്ചെന്നാൽ തന്റെ കുടുംബത്തിനെ കിട്ടിയതിനു ശേഷവും റോക്കി വീണ്ടും അവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതോർത്ത് അത് സന്തോഷത്തോടെ പോയി.